നമ്മളെപ്പോഴും സിനിമയിലും നമ്മൾ പറയുന്ന വാചകങ്ങളിലൊക്കെ നേഴ്സ് മാലാഖയാണെന്ന് പറയും. ഈ മാലാഖയ്ക്ക് കിട്ടേണ്ട അംഗീകാരം സമൂഹം കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഒന്നാമത്തെ ചോദ്യം. മാലാഖയ്ക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. സത്യം പറഞ്ഞാൽ അവരിതിലും മേലെ അർഹിക്കുന്നുണ്ട്. കാരണം ഒരു പേഷ്യൻ്റെ ജേണി, ഇപ്പം ഞാനോ നിങ്ങളോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ഡോക്ടർ നമ്മുടെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് നൽകി നഴ്സിനെ പറഞ്ഞു കൊടുക്കും. നഴ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡോക്ടർ നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരു അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻ്റ് ഒരു 10-15 മിനിറ്റ് ആയിരിക്കും. രാവിലെ റൗണ്ട്സ് എടുക്കും, വൈകുന്നേരം റൗണ്ട്സ് എടുക്കും, കാര്യങ്ങൾ എന്തിനുവേണ്ടി ഓടി വരും. പക്ഷേ നമ്മുടെ ആ 24 hour a day എല്ലാ ഷിഫ്റ്റും കവർ ചെയ്യുന്നത് ആ ഫ്ലോറിലുള്ള നഴ്സസ് ആയിരിക്കും. അതെ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള മരുന്ന് കൃത്യസമയത്ത് കിട്ടുന്ന ഉറപ്പ് വരുത്തി അവർ തന്നെ നമുക്ക് തരണം. നമ്മുടെ ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. എന്തിന് ആ ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പ്രോപ്പറായിട്ട് ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ടോ എന്ന് വരെ നഴ്സിൻ്റെ ചുമതലയാണ്. അപ്പം നമ്മുടെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ അവർ 100% കമ്മിറ്റഡാണ്. അതെ, ആ ഒരു പ്രൊഫഷൻ കുറേയും കൂടി അർഹത അർഹിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, അവർക്ക് കുറച്ചും കൂടി അംഗീകാരം ഞാൻ അർഹിക്കുന്നുണ്ട് ഞാൻ പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ അത് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും പ്രോപ്പർ അംഗീകാരം, ഈ അടുത്ത കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, കോവിഡിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ഒരു അംഗീകാരത്തിൽ അവരെത്തിയിട്ടില്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവരെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. കാരണം ഹെൽത്ത് കെയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരെ വരാൻ പറ്റുന്ന ആൾക്കാർ അവരാണ്. കാര്യം ഒന്ന്, ഹെൽത്ത് കെയറിനെ പറ്റി അവർക്ക് നല്ല നോളജ് ഉണ്ട്. അവർ പേഷ്യൻറ്റിനെ അറിയാം. ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നോക്കണം, ആ സൈക്കോളജി അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ഫ്ലോറിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അവർക്കറിയാം. സോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ എൻ്റെ പഴയ ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഇവരെ നഴ്സിംഗ് പ്രൊഫഷൻ അല്ലാണ്ട് തന്നെ ഇവരിൽ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ട്രെയിൻ ചെയ്യിക്കുകയും ഇവരെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. സോ ദാറ്റ് സാധാരണ ഒരു നഴ്സിങ്ങിൻ്റെ ലാഡർ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ഒരു ജോബിൻ്റെ ലാഡർ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ട്രെയിനി ആയിട്ട് ഇവർ കയറും. ഇത് സ്റ്റാഫ് നഴ്സായിട്ട് മാറും. പിന്നെ ടീം ലീഡറും, അതിൻ്റെ മേലെ ഒരു നഴ്സിംഗ് മാനേജറോ നഴ്സിംഗ് ഓഫീസറോ ആവും. അതിൻ്റെ മേലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ. ഇതോടുകൂടി എൻഡ് ചെയ്യണം. ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ ഉണ്ടാവും. ആ ആൾ ചീഫ് നഴ്സിംഗ് ഓഫീസർ ആയി പിന്നെ വേറെ ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നില്ല. വർഷങ്ങളോളം സ്റ്റാഫ് നഴ്സായിട്ട് നിൽക്കുന്നവർ സ്റ്റാഫ് നഴ്സായിട്ട് തന്നെ നിൽക്കും. പിന്നെ അതുകൊണ്ടാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകാൻ കാര്യം. കാരണം വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഇത്രയും സ്ട്രെസ് ഇല്ല, ഇതിനേക്കാളും ഇൻകം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. നമ്മളിനി മാറ്റം വരുത്തേണ്ടത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നഴ്സിംഗ് സമുദായത്തെ കുറേയും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് എല്ലാ ഹോസ്പിറ്റൽസും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുമിച്ച് നിൽക്കണം. അവർക്ക് കുറേയും കൂടി അവരുടെ സാലറികൾ വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കിട്ടുന്നത് ഒരുപാട് സമരം ചെയ്ത് യുദ്ധം ചെയ്തൊക്കെയാണ് അവർ ഈ സാലറി എത്തുന്നത്. ഇത് ഒരാൾക്ക് ജീവിക്കത്തക്ക നല്ല സാലറി ആണെന്ന് ഞാൻ പറയില്ല. ഇനിയും അവർക്ക് ഇതിനേക്കാളും മുകളിൽ അവരർഹിക്കുന്നുണ്ട്. അത് ഇനി ഇതിലും മുകളിൽ അർഹിക്കുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം വളരെ കുറച്ച് ആശുപത്രികളിൽ, അതായത് ഇപ്പോൾ യൂണിയനും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ പ്രോപ്പറായിട്ട് നടക്കുന്ന ആശുപത്രികളിലല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ വലിയ സമരം കഴിഞ്ഞും ഈ പറഞ്ഞ ശമ്പളത്തിൽ എത്തിയിട്ടില്ല. ശരിയാണോ? മാറ്റങ്ങൾ വരാനുണ്ട്. ആ മാറ്റങ്ങൾ ഇനി വന്നേ പറ്റൂ. ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ഓട്ടോമാറ്റിക് സാലറി കൂടുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അതൊരു യൂണിഫോം നഴ്സിംഗ് സാലറി ആക്കി മാറ്റാൻ ഗവൺമെൻറ് തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓർഡർ ലേബർ ഓഫീസർ പ്രകാരം പാലിച്ചേ പറ്റൂ. അത് പാലിക്കാത്ത ആശുപത്രികളുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. മിനിമം വേജസ്, അതുകൊണ്ടാണ് പറയുന്നത്, മിനിമം വേജസ് ആക്ട് പ്രകാരം ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കിട്ടാത്ത സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ലേബർ ഓഫീസർ പരാതി കൊടുത്താൽ, പലർക്കും അറിയില്ലായിരിക്കും, പലരും മടിച്ച് നിൽക്കുന്നതായിരിക്കും, പരാതി കൊടുത്താൽ അത് ആ ലേബർ ഓഫീസർ ആ പർട്ടിക്കുലർ സ്ഥാപനവും കൂടി സംസാരിച്ച് സെറ്റിലാക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ ആക്കിയില്ലെങ്കിൽ അത് ആൾക്കാർ അതിനുള്ള ശ്രദ്ധ പുലർത്തേണ്ട കാര്യമായി എന്നുള്ളതാണ്. പേടി കൊണ്ടല്ലേ പലപ്പോഴും ഇങ്ങനെ പേടി കൊണ്ടാവാം.
പക്ഷേ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്, ശരിക്കും ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അങ്ങനെ ആർക്കും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇപ്പോൾ എനിക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചോദിച്ച് വാങ്ങിക്കാം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സിസ്റ്റം ഇവിടെ ഇല്ലേ? നമുക്ക് ലേബർ ഓഫീസറുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഈ യൂണിയൻ തന്നെ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഗവൺമെൻറ് വഴി ഒരുപാട് കാര്യങ്ങൾ, ഗവൺമെൻറ് ചെയ്തൊരു ഓർഡർ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം, എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസും തയ്യാറാവണം. അത് കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ റേസ് യുവർ വോയിസ്. കോടതി അനുകൂലമായ കോടതി ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണഘടന എപ്പോഴും ഒരു ലേബർ ഫ്രണ്ട്ലി സിസ്റ്റമാണ്. അവർ തൊഴിലാളികൾക്ക് വേണ്ടി അനുകൂലമായ എന്ത് കാര്യത്തിനും അവർ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നില്ല. ഇത് ഒന്നെങ്കിൽ അവർ മിണ്ടാതെ മുന്നോട്ട് പോകുന്നു. ഈ പരാതി ചിലപ്പോൾ ആരോടും പറയത്തും ഉണ്ടാവില്ല. പറഞ്ഞാൽ തന്നെയും ഇത് മേലോട്ടേക്ക് എത്തിക്കുന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ എത്തിക്കണമെന്ന് അറിയത്തുമില്ല. ഇത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പം അത് നേരെ ഡിസ്കസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മേജർ ഹോസ്പിറ്റൽസിലെല്ലാം മിനിമം വേജ് പാലിച്ചേ പറ്റൂ. മിനിമം വേജ് പാലിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത സ്ഥാനത്ത് നിന്ന് മറിച്ച് മാറ്റാൻ പറ്റില്ല. അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നഴ്സസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്ന സമയത്ത് ഇനി ഇവരെ പ്രൊഫഷനിൽ ഹെൽത്ത് കെയറിലേക്ക് മറ്റു മേഖലകളിലേക്ക് ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. അത് നമ്മുടെയൊക്കെ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ അത് നഴ്സസിനാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. ക്വാളിറ്റി, ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ ക്വാളിറ്റിയും കാര്യങ്ങളും അസസ് ചെയ്യാനും ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതും നഴ്സസിന് നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താൽ, അതിനുള്ള ക്വാളിഫിക്കേഷൻ കൂടെ അവർ എടുക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ വളരാൻ പറ്റും. അതേപോലെ ഈവൻ CEOs ആയിട്ട് വരുന്ന നഴ്സസ് ഒരുപാടുണ്ട്. അപ്പം ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒരു HR-ലും ഇവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി റൈറ്റ് ആൾക്കാരെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ചെടുക്കാമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എക്കോ സിസ്റ്റം മൊത്തം എടുക്കുകയാണെങ്കിൽ നോൺ മെഡിക്കൽ ആൾക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നഴ്സിംഗ് സമുദായത്തിന് ഏറ്റെടുക്കാൻ പറ്റും. ഇതിന് പ്ലാറ്റ്ഫോം ഒരുക്കി നമ്മളെപ്പോലെ ആൾക്കാർ തയ്യാറാണ്. ഇവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഇൻട്രസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നത് എന്തിനാണെന്ന് ഒരുപാട് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ മിക്കവാറും പിള്ളേർ പറയുന്ന ഒരു ഉത്തരവാണ്, എനിക്ക് ഫോറിനിൽ പോകണം, എനിക്ക് PR കിട്ടണം, അവിടെ ചെന്നാൽ പെട്ടെന്ന് PR കിട്ടുക, ജോലി, ഇതെല്ലാം നഴ്സിനാണ്. അവിടെ ഈ പ്രൊഫഷന് വളരെ റെസ്പെക്റ്റ് ഉണ്ട്, ശമ്പളം ഇതാണ്, ശനിയും ഞായറും വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു സിസ്റ്റമുണ്ട്, അവിടെ ഇരട്ടി പൈസ കിട്ടും എന്നൊക്കെ കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് ഒരുപാട് പേര് പോവുകയാണ്. നമുക്ക് ഒത്തിരി നഴ്സിംഗ് കോളേജസ് ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലെ ശരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഞാൻ നേരത്തെ ഡോക്ടേഴ്സിൻ്റെ ചോദിച്ച പോലെ നഴ്സസിൻ്റേത് എങ്ങനെയാണ്? ഷോർട്ടേജാണ്. ഇനിയും ആൾക്കാരെ ആവശ്യമുണ്ട്. എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയാണ്. കാരണം പാസ് ആയി വരുന്ന കുട്ടികൾക്കെല്ലാം പുറത്ത് അതുപോലെ ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട് ഇന്ത്യക്ക് വെളിയിൽ. 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് നേരെ അവിടെ കിട്ടുകയാണ്. അപ്പോൾ അടുത്ത പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏത് ഹോസ്പിറ്റലിൽ നഴ്സസ് കണ്ടിന്യൂസ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാ ആഴ്ചയും നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതെ, നമുക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി രേണു നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരാളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാനഡയിൽ പോകണം, എനിക്ക് UK പോകണം, എനിക്ക് US പോകണം, 15 വർഷം ജോലി ചെയ്ത് സെറ്റിൽ ആകണം, എനിക്ക് അവിടുത്തെ സിറ്റിസൺ ആവണം. ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. കാരണം അവരെ തെറ്റ് പറയാൻ ഒക്കില്ല. കാരണം അത്തരം രീതിയിലുള്ള ഇൻകം ഒന്നും ഒരിക്കലും ഇന്ത്യയിൽ കിട്ടത്തില്ല. അവർക്ക് അവിടെ പോയാലേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ആവശ്യമുള്ള ആൾക്കാരാണ്. എല്ലായിടത്തും നഴ്സിംഗ് റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യത്തായാലും നഴ്സിംഗ് റിക്വയർമെൻറ്റ് എല്ലായിടത്തും ഉണ്ട്. ഇനിയും ഇതിൻ്റെ ഇരട്ടി നഴ്സിംഗ് കോളേജിൽ വന്നാലും, ഇതിൻ്റെ ഇരട്ടി നഴ്സിംഗ് സ്റ്റുഡൻസ് പാസ്സായി വന്നാലും എല്ലാവർക്കും ജോലി കിട്ടുന്ന ഏക പ്രൊഫഷനാണെങ്കിൽ അത് നഴ്സിംഗ് മാത്രമേ ഉള്ളൂ.